90% ആൾക്കാർക്കും അവരവരുടെ സമ്പാദ്യം എങ്ങനെയാണ് ബുദ്ധിപൂർവ്വം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്ന് അറിയില്ലാത്തവരാണ്. 10 ലക്ഷം രൂപയുള്ള ഒരാൾ അയാളുടെ സമ്പാദ്യം എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ വിശദമാക്കാം. അതിൽ കുറവും കൂടുതലും ഉള്ളവർ പേഴ്സൻറ്റേജ് വൈസ് ഇൻവെസ്റ്റ് ചെയ്താൽ മതിയാവും. ഇക്വിറ്റി അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ 30% രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതായത് 3 ലക്ഷം രൂപ. അതിൽ തന്നെ മ്യൂച്വൽ ഫണ്ടിൽ 2 ലക്ഷം രൂപയും ഡയറക്റ്റ് സ്റ്റോക്കുകളിൽ 1 ലക്ഷം രൂപയുമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഫിക്സ്ഡ് ഡിപ്പോസിറ്റിലും ഡെപ്റ്റ് മ്യൂച്വൽ ഫണ്ടിലും 20% ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഏതെങ്കിലും ഒന്നിൽ ഇൻവെസ്റ്റ് ചെയ്താലും മതിയാകും. 10 ലക്ഷം രൂപയുള്ള ഒരാൾ 2 ലക്ഷം രൂപയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അതായത് ഇതിൽ നിന്ന് നമുക്ക് ഒരു ഫിക്സ്ഡ് റിട്ടേൺ കിട്ടിയിരിക്കണം. 10% ഗോൾഡിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്, അതായത് 1 ലക്ഷം രൂപ. ഇത് ഗോൾഡ് ETF, ഗോൾഡ് മ്യൂച്വൽ ഫണ്ട് പോലെയുള്ള ഡിജിറ്റൽ ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. ആഭരണങ്ങൾ മേടിച്ച് സൂക്ഷിക്കുകയല്ല, ഇൻവെസ്റ്റ്മെന്റ് ആണ്. 20%, അതായത് 2 ലക്ഷം രൂപ റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഒന്നെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് റിയൽ എസ്റ്റേറ്റിലും, പൈസ കുറവാണെങ്കിൽ റൈറ്റ്സിലും, അതായത് റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെന്റ് ട്രസ്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യാം. 10% നമ്മൾ അൾട്ടർനേറ്റീവ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറ്റുന്നുണ്ട്, അതായത് 5% ക്രിപ്റ്റോ കറൻസിയിലും 5% പിയർ ടു പിയർ ലെൻഡിങ്ങിലും ഇൻവെസ്റ്റ് ചെയ്യുന്നു. 10% നിർബന്ധമായിട്ടും എമർജൻസി ഫണ്ടായിട്ട് മാറ്റി വെക്കണം. ഇതിനായിട്ട് ഹൈ ഇൻട്രസ്റ്റ് ലഭിക്കുന്ന സേവിംഗ് അക്കൗണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ ലിക്വിഡ് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. ഇതിനെപ്പറ്റി വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് പ്ലേ ബട്ടണിൽ കൊടുത്തേക്കാം. ഡീപ്പ് സ്റ്റഡിക്കായിട്ട് ആ വീഡിയോ കാണുക.